ശരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കർട്ടൻ റൈസറായിട്ട് വേണം കാണാൻ. അല്ലെങ്കിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരു ഫൈനലായിട്ട് കാണുകയാണെങ്കിൽ നമുക്കിത് തീർച്ചയായിട്ടും ഒരു സെമി ഫൈനൽ എന്ന രീതിയിൽ വിശേഷിപ്പിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം പറയൂ. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ ഒരു ആകും എന്ന് തന്നെ വേണം കരുതാൻ. കാരണം അത് ആ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മുൻ അനുഭവങ്ങൾ വെച്ച് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഇടതുപക്ഷത്തിനൊരു മുൻതൂക്കം ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ വലിയ രീതിയിൽ മുൻതൂക്കം ഉണ്ടായി. എന്നാൽ അതിന് 2011 മറ്റോ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്നുള്ള നിലയിൽ ഉള്ളൊരു ഫലം ഉണ്ടായി. ആ തെരഞ്ഞെടുപ്പിലാണ് അതിന് തൊട്ട് പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ടുണ്ട് എന്ന് UDF അവകാശപ്പെടുന്നു. അതേസമയം തന്നെ ഒരു മൂന്നാം തുടർ ഭരണത്തിലേക്കാണ് LDF പോണെന്നാണ് ഇടതുമുന്നണി അവകാശപ്പെടുന്നത്. അപ്പൊ ഇത് ഈ രണ്ട് അവകാശവാദങ്ങളുടെയും ഒരു എന്താ പറയാ എത്രത്തോളം അത് യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം സംഭവ്യമാണ് എന്നതിന്റെ ഒരു ചുവരെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇതില് വലിയ രീതിയിൽ അല്ലെങ്കിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമുള്ള നിലയിലുള്ള ഒരു റിസൾട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കുക UDF-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. നേരെ മറിച്ച് ഇതിനു മുമ്പ് നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു റിസൾട്ടൊക്കെയാണ് ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും UDF-ന് അത് നിരാശ പകരുന്ന ഒരു സംഗതിയാകുകയും ചെയ്യും. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഇരു മുന്നണികളും അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടതു മുന്നണിയാണെങ്കിൽ ഇപ്പൊ ഈ സമീപകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന സെമിനാറുകളും അതുപോലെ തന്നെ സമ്മിറ്റുകളും ഒക്കെ ഇതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടത്തിയ ശബരിമല ആഗോള അയ്യപ്പ സംഗമം പോലും ആ ദിശയിലേക്കുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടി അതിന്റെ പിന്നിലുണ്ട്. കാര്യം അത് ശബരിമല വികസനം മാത്രം ലക്ഷ്യമിട്ട് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ മറ്റു വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊക്കെ ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയ ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്കറിയാം മുൻകാലങ്ങളിൽ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികൾ ഒരു പരിധിവരെ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി എന്നൊരു തോന്നൽ അവർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഇടതുമുന്നണിക്കുണ്ടായി. 18 സീറ്റിലും തോറ്റുപോകുന്ന അല്ലെങ്കിൽ 19 സീറ്റിൽ തോൽക്കുന്ന ഒരനുഭവം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. UDF-നാണെങ്കിൽ തൃശ്ശൂരിലെ ഒരു നഷ്ടം ഒഴിച്ചാൽ അവർക്ക് വലിയ നേട്ടം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല പരമ്പരാഗതമായി LDF-ന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ജനവിഭാഗങ്ങൾ ഒരു വലിയ പങ്ക്, പ്രത്യേകിച്ച് ഈഴവ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിലെ OBC അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാക്ക്വേർഡ് ക്ലാസസ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗ വോട്ടുകളും വൻതോതിൽ ചോർന്നുവെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയുക. അപ്പോൾ മാത്രമല്ല മുൻ തെരഞ്ഞെടുപ്പുകളിൽ LDF-നൊപ്പം നിന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊപ്പം നിന്നില്ല എന്നുള്ളതും ഒരു രാഷ്ട്രീയ ധ്രുവീകരണം കേരളത്തിൽ സംഭവിച്ചു എന്നുള്ളത് പല മണ്ഡലങ്ങളിലെയും റിസൾട്ട് നോക്കുമ്പോൾ തൃശ്ശൂരിലെ റിസൾട്ട് വലിയ രീതിയിൽ അത് തെളിയിച്ചു. എന്നാൽ അതിനേക്കാൾ പ്രകടമായിട്ട് ആലപ്പുഴയിലും ആറ്റിങ്ങലിലും അതടക്കമുള്ള ഒത്തിരിയേറെ മണ്ഡലങ്ങളിൽ, പാലക്കാട് പോലെയുള്ള പല മണ്ഡലങ്ങളിലെയും റിസൾട്ട് പരിശോധിക്കുമ്പോൾ പരമ്പരാഗതമായിട്ട് LDF-നൊപ്പം നിന്ന് ജനവിഭാഗങ്ങൾ ആ മുന്നണിയെ കൈയൊഴിഞ്ഞ കാഴ്ചയാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം വിളിച്ചു പോകുന്നത്. അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അകന്നുപോയ ജനവിഭാഗങ്ങളെ അടുപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇപ്പോ ഈ പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ എല്ലാ പഞ്ചായത്തുകളിലും വികസന സദസ്സുകൾ സംഘടിപ്പിക്കാൻ ഇടതുമുന്നണി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് തൊട്ട് പിന്നാലെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നു. അപ്പൊ ഇതെല്ലാം തീർച്ചയായിട്ടും അതിന്റെ ലക്ഷ്യങ്ങൾ രാഷ്ട്രീയമാണ്. അല്ലാതെ ഇപ്പൊ ഈ അധികാരത്തിന്റെ 10ാം വർഷത്തില് ഇങ്ങനെയുള്ള നീക്കങ്ങളുമായിട്ട് കഴിഞ്ഞ 9.5 വർഷം ഇല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്കകളുണ്ട്, അതോടൊപ്പം തന്നെ ആത്മവിശ്വാസമുണ്ട്. വീണ്ടും ഒരു തുടർഭരണ സാധ്യത അവർ ചക്രവാളത്തിൽ കാണുന്നുണ്ട്. നേരെ മറിച്ച് UDF ആകട്ടെ അവരേറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് പിണറായി സർക്കാരിന്റെ 2ാം പിണറായി സർക്കാർ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നില്ല. മാത്രമല്ല പല ജനവിഭാഗങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധം മോശമായി, ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്, അവകാശപ്പെട്ട പല കാര്യങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മാത്രമല്ല മലയോര മേഖലകളിൽ വന്യമൃഗ ശല്യം അല്ലെങ്കിൽ മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമാണ്.
മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള വലിയ വിജയങ്ങൾ, ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ തൃക്കാക്കരയും അതുപോലെ തന്നെ പുതുപ്പള്ളിയും പാലക്കാടും അതുപോലെ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ എന്താ പറയാ തിളക്കമാർന്ന വിജയം, ചേലക്കരയിൽ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 12,000 കുറയ്ക്കാൻ കഴിഞ്ഞത്, ഇതെല്ലാം UDF-ന് പ്രതീക്ഷ പകരുന്ന, അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന, അവരുടെ പ്രതീക്ഷകളെ പ്രകാശമാനമാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലേറെ മികച്ച വിജയം UDF കൊയ്തിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കും വന്നപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ഒരിക്കലും ഉണ്ടാകാത്ത, അവർ പോലും പ്രതീക്ഷിക്കാത്ത, ഇടതുമുന്നണി പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ വിജയം, ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടും വലിയ വിവാദങ്ങളിലേക്കും അതുപോലെ തന്നെ വലിയ വിമർശനങ്ങളിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയിട്ടും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു വിജയം കൊയ്തെടുക്കാൻ ഇടതുമുന്നണിക്കായി. അപ്പോ നിലവിലെ ഭരണവിരുദ്ധ വികാരം ബാധിക്കില്ല. മാത്രമല്ല ഇപ്പോ ക്ഷേമ പെൻഷനുകളൊക്കെ ഏതാണ്ട് കുടിശ്ശിക തീർത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ പല രംഗങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇങ്ങനെ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കുറെ കൂടി മുന്നോട്ട് വരാൻ കഴിയും, അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു വിശ്വാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പൊ ഇലക്ഷനുള്ള ഒരുക്കങ്ങളെല്ലാം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ December 20 മുമ്പായിട്ട് പുതിയ ഭരണസമിതികൾ അധികാരം ഏൽക്കേണ്ടതുണ്ട് ഭരണഘടനാപരമായിട്ട്. അപ്പൊ അതനുസരിച്ചുള്ള രീതിയിൽ എല്ലാ ഒരുക്കങ്ങളും നടന്നു കഴിഞ്ഞു. വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കാനുള്ള ആദ്യഘട്ടം കഴിഞ്ഞു. ഇനിയും ഒരുപക്ഷെ ഈ പുതിയ വോട്ടർ പട്ടികയുടെ പിന്നാലെ ഒരിക്കൽ കൂടി അതിനുള്ള അവസരം ഉണ്ടായേക്കാനൊക്കെ സാധ്യതയുണ്ട്. ഏതായാലും എല്ലാ മുന്നണികളും, BJP-യുടെ സാധ്യതകളും അവർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയെടുത്ത വലിയ മുന്നേറ്റം, ഏതാണ്ട് 20% വോട്ടുകൾ പല മണ്ഡലങ്ങളിലും പിടിക്കാൻ കഴിഞ്ഞതും, പലയിടത്തും ഇടതുമുന്നണിയേക്കാൾ ഇപ്പൊ തൃശ്ശൂർ ജില്ലയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാ ഇടതുമുന്നണിക്ക് കൂറ്റൻ ലീഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ മണ്ഡലങ്ങളടക്കം അവർ 1ാം സ്ഥാനത്തേക്ക് വന്ന കാഴ്ചയും ഉണ്ടായി. സുരേഷ് ഗോപിക്ക് വലിയ ലീഡ് കിട്ടിയ കാര്യങ്ങളൊക്കെ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. എന്നാൽ എല്ലാ മുന്നണികൾക്കും അവരുടേതായ തിരിച്ചടികളുമുണ്ട്. ഇപ്പൊ LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി പല മേഖലകളിലും പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. ഈവൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയൊക്കെ ഉയർന്ന ആരോപണങ്ങളും അവർ സംശയ നിഴലിൽ നിൽക്കുന്നതും അത് SFI അന്വേഷണം നടക്കുന്നത് അടക്കം ഒത്തിരിയേറെ വിഷയങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. അതിന് ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ലെങ്കിൽ പോലും പല തരത്തിലുള്ള വിഷയങ്ങൾ ആ മുന്നണിയെ മുന്നണിക്ക് ഭീഷണിയായിട്ട് നിലവിലുണ്ട്. UDF-നാവട്ടെ ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ അടക്കമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ അവരെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. BJP-ക്ക് തിരുവനന്തപുരത്ത് കൗൺസിലറുടെ ആത്മഹത്യ അടക്കം മറ്റ് പല വിഷയങ്ങളിലും ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലുള്ള ഒരു മുന്നേറ്റം പലപ്പോഴും അവർക്ക് ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊന്നും നേടിയെടുക്കാൻ കഴിയാറില്ല. ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനായിരിക്കും BJP ഏറ്റവും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്ഥലം. കുറെ കൂടി മറ്റു പല സ്ഥലങ്ങളിലും ചില പഞ്ചായത്തുകളിലൊക്കെ BJP-ക്ക് മുന്നേറാൻ കഴിയും. ചില നഗരസഭകളും അവരുടെ മനസ്സിലുണ്ട് പിടിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ 3 മുന്നണികളും വലിയ പ്രതീക്ഷയോടെ അതേസമയം തന്നെ വലിയ ആവേശത്തോടെ വലിയ വെല്ലുവിളിയായിട്ടാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിനുവേണ്ടി അരയും തലയും മുറുക്കി എല്ലാവരും രംഗത്തുണ്ട്. എല്ലാ മുന്നണികളും പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിന് സ്ക്വാഡ് വർക്കുകളൊക്കെ നന്നായി നടത്തിയിട്ടുണ്ട്. ആരാണ് മുമ്പിൽ ആരാണ് പിന്നിൽ എന്ന് പറയാനാവാത്ത രീതിയിൽ വളരെ കൃത്യമായി തന്നെ സ്ക്വാഡുകൾ രംഗത്തിറങ്ങുകയും പുതിയ വോട്ടർമാരെ ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെമിഫൈനലാണ്. അതും തീപാറുന്ന ഒരു സെമിഫൈനലായിട്ടാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നത്. അതിൽ ആർക്ക് തിരിച്ചടിയേറ്റാലും അതിന്റെ ഒരു റിഫ്ലക്ഷൻ, അതിന്റെ ഒരു അനുരണനങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ പ്രതിഫലനം, അതിന്റെ പ്രത്യാഘാതം തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ അതിൽ ഒരു തരത്തിലും ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും അതിനുള്ള തയ്യാറെടുപ്പുകളും അതിനുള്ള ചിട്ടയായ ശാസ്ത്രീയമായ ഒരുക്കങ്ങളും എല്ലാ അർത്ഥത്തിലും പഴുതടച്ചുള്ള ഒരു പ്രചരണം, ഒരു കല്ലും അല്ലെങ്കിൽ നോ സ്റ്റോൺ റിമൈൻസ് എന്താ പറയാ അപ്ടേൺഡ്, അതായത് ഒരു കല്ലും മറിച്ചു വെക്കാത്ത രീതിയിലുള്ള ഇംഗ്ലീഷിലുള്ള പ്രവർബ് പോലെ എല്ലായിടത്തും ആകെ ഇളക്കി മറിച്ച് കാട് ഇളക്കിയുള്ള പ്രചരണം തന്നെയാകും വരാൻ പോകുന്നത്. മാത്രമല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രശ്നം അത് പൂർണ്ണമായിട്ട് ഒരു രാഷ്ട്രീയ യുദ്ധം മാത്രമല്ല എന്നുള്ളതും വേറൊരു ഘടകമാണ്. സ്ഥാനാർത്ഥികളുടെ ഒരു സ്വീകാര്യത, പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ,
അവിടെ നിലവിലുള്ള ഭരണസമിതിയെ കുറിച്ചുള്ള ആരോപണങ്ങൾ, അവരുടെ പ്രകടനത്തിലെ മതിപ്പില്ലായ്മ, വ്യക്തികൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അവർക്ക് പൊതുസമൂഹത്തിലുള്ള സ്വാധീനം, സ്വീകാര്യത, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പ്യുവർലി ഒരു പൊളിറ്റിക്കൽ വാറാണെന്നുണ്ടെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുഴുവനായിട്ടും രാഷ്ട്രീയ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല. പൊതുവിൽ ഒരു രാഷ്ട്രീയ ഇതിന്റെ ഒരു ചിത്രമായിരിക്കും അതിലും കൂടുതലായിട്ട് തെളിയുക എങ്കിൽ പോലും ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒക്കെ നടക്കുന്നത് ഉള്ള മത്സരം പൂർണ്ണമായിട്ടും രാഷ്ട്രീയ അടിസ്ഥാനത്തിലാകും. പക്ഷെ ഗ്രാമപഞ്ചായത്തുകളിലേക്കൊക്കെ വാർഡുകളിലുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ ഈ വ്യക്തിപരമായിട്ടുള്ള പ്രാദേശികമായ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ സ്വാധീനിക്കാനിടയുണ്ട്. എന്നാൽ പോലും അടിസ്ഥാനപരമായിട്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു കർട്ടൻ റൈസറായിട്ട് തന്നെയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മാറുക. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മൂന്ന് മുന്നണികളും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, നേതാക്കളും അത് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ആ വലിയ യുദ്ധത്തിനുള്ള ആവനാഴിയിലെ മുഴുവൻ അസ്ത്രങ്ങളും അതുപോലെ തന്നെ ആയുധങ്ങളും ഉപയോഗിച്ചുള്ള വലിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും നടക്കുക. അതിൽ ആർക്കാവും നേട്ടം, ആർക്കാവും കോട്ടം, ആരാണ് മുന്നേറുക, ആരാണ് തിളങ്ങുക എന്നൊക്കെ നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ മൂന്ന് മുന്നണികൾക്കും അവരുടേതായ കണക്കുകൂട്ടലുകളുണ്ട്, അവരുടേതായ പ്രതീക്ഷകളുണ്ട്, അവരുടേതായ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ, ആ പ്രതീക്ഷകൾ സഫലമാക്കാൻ അവരവരുടെ മുഴുവൻ കഴിവും ഈ തെരഞ്ഞെടുപ്പിലെടുത്ത് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ കേരളം ഒരു തെരഞ്ഞെടുപ്പ് തുടർച്ചയായിട്ടുള്ള രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകളുടെ ആ ഒരു ഭൂമികയിലേക്ക് നീങ്ങുകയാണ്. രാഷ്ട്രീയമായിട്ട് കേരളം ഇളകി മറിയുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.